അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 700ഓളം വരുന്ന സഹാബത്തിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൽ വരികയും 3000ഓളം വരുന്ന ശത്രുക്കളുമായി പോരാടി ആദ്യ ഭാഗം വിജയിക്കുകയും ചെയ്തെങ്കിൽ സഹാബാക്കൾ എങ്ങനായിരിക്കണം ഇവിടെ പോരാടിയത്? ഈ രണാങ്കണത്തിൽ എങ്ങനായിരിക്കണം അവരുടെ പോരാട്ട വീര്യം? നമുക്കറിയാം, ഹംസ റളിയല്ലാഹുവിനെ പോലുള്ള സഹാബികൾ, ഹംസ റളിയല്ലാഹു 2 കൈയിൽ വാളേന്തിയിട്ടാണ് ഉഹുദിൽ പോരാടിയത്. അതേപോലെ നിരവധി സഹാബാക്കളുണ്ട്, നമുക്കറിയാത്ത പേരുകളറിയാത്ത പല സഹാബികളും. അതിലൊരു സഹാബിയാണ് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ഞാനിപ്പോഴുള്ള ഉഹുദിലാണ്. നമുക്ക് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ പറയാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉഹുദ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ എല്ലാം അണിനിരത്തിയിട്ട് നബിയുടെ വാൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മൻ യൗഖുദു മിന്നി ഹാദ, എന്നിൽ നിന്ന് ഈ വാൾ സ്വീകരിക്കാൻ ആരാണുള്ളത്? അങ്ങനെ പല സഹാബാക്കൾ മുന്നോട്ട് വന്ന് സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റെടുക്കാൻ നബിയെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആർക്കും ഈ വാൾ നൽകിയില്ല. വീണ്ടും ഈ വാൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മൻ യൗഖുദു ഹാദ സൈഫ് ബി ഹക്കിഹി, ഈ വാളിനോടുള്ള ബാധ്യത നിറവേറ്റിക്കൊണ്ട് ഏറ്റെടുക്കാൻ ആരാണുള്ളത്? ഉടനെ തന്നെ അണികൾക്കിടയിൽ നിന്നും ഒരു ചോദ്യം, വമാ ഹക്കുഹു യാ റസൂലല്ലാഹ്, ഓ നബിയെ, എന്താണ് ഈ വാളിനോടുള്ള ബാധ്യത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ വാൾ ഏറ്റെടുത്ത് ശത്രുക്കളുമായി ധീരമായി പോരാടണം. ഈ ശത്രുക്കളുമായി ധീരമായി പോരാടിയിട്ട് ഇത് വളയുന്നത് വരെ അവരുമായിട്ട് പോരാടണം. അങ്ങനെ ഏറ്റെടുക്കാൻ ആരാണുള്ളത്? അങ്ങനെ ആ സമയത്ത് ഈ ചോദ്യം ചോദിച്ച വ്യക്തി എന്ന് വെച്ചാൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആണ്. സിമാക്ക് ബിൻ ഹർഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ സമയത്ത് ഇസ്ലാമിൽ വന്നതിന് ശേഷമാണ് അബൂ ദുജാന എന്ന പേര് വന്നത്. അങ്ങനെ ഈ വാള് അബൂ ദുജാന റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുകയാണ്. അങ്ങനെ പല സഹാബാക്കൾക്കും സംശയമായി, ഞങ്ങൾക്കാർക്കും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാള് തരാതെ അബൂ ദുജാനയ്ക്ക് നൽകിയത്? കാരണം ഈ സദസ്സിൽ ധീരന്മാരായ പല സഹാബത്തുകൾ ഇരിപ്പുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹു, അങ്ങനെ പലരുമുണ്ട്. ഈ ഒരു സംശയം സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ തോന്നുക, എന്താണ് ഞങ്ങൾക്കാർക്കും, ഞാൻ ചോദിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വാള് തന്നില്ല. ഞാൻ ഖുറൈശിയാണ്, മക്കക്കാരനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാ, ധീരനാ, എന്നിട്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് എനിക്ക് ഈ വാള് തരാത്ത ഒരു സംശയം സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഈ വാൾ ഏറ്റെടുത്തുകൊണ്ട് തലയിലൊരു തലപ്പാവൊക്കെ ധരിച്ച്, കാരണം ആ ഒരു തലപ്പാവ് ആ നാട്ടിൽ പ്രശസ്തമാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ അബൂ ദുജാന യുദ്ധക്കളത്തിൽ ഒരു തലപ്പാവ് ധരിച്ചു കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ശത്രുക്കളുടെ മരണമാണ്. അങ്ങനെ ഈ തലപ്പാവ് ഏറെ പ്രശസ്തമാണ്. അമാമത്തുൽ മൗത്ത് എന്നാണ് ഈ തലപ്പാവിനെ അറിയപ്പെടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളും പിടിച്ച് തലയിലിങ്ങനെ ഈ ചുവന്ന തലപ്പാവും ധരിച്ച് ഇങ്ങനെ ശത്രുക്കളുടെ മുന്നിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ച് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഉഹുദിൻ്റെ രണാങ്കളത്തിൽ യുദ്ധം നടക്കുന്ന തൊട്ട് മുമ്പ് ഇങ്ങനെ നടക്കുക. ഈ കാഴ്ചകളൊക്കെ അപ്പുറത്ത് ശത്രു സൈന്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട് അബൂ ദുജാനയുടെ നടത്തമൊക്കെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ വിലക്കുക, അബൂ ദുജാന, ഈ ഒരു നടത്തം അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു സമയം ഒഴികെ, യുദ്ധത്തിൻ്റെ ഈ ഒരു സമയം ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അറിയാതെ സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹു അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആർക്കും തരാതെ ഈ ഒരു വാള് അബൂ ദുജാനയ്ക്ക് നൽകിയെന്നുള്ളൊരു സംശയം സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ഏറെ താമസിക്കാതെ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ എന്തിനാണ് ഈ വാള് കൊടുത്തതെന്നുള്ള ഉത്തരം സുബൈർ ബിൻ അവ്വാർ റളിയല്ലാഹു അൻഹുവിന് കിട്ടുക. കാരണം ശത്രുക്കളുടെ ഇടയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നടന്നു കയറുക. മുന്നിൽ വരുന്ന ഒരു ശത്രുക്കളെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വെറുതെ വിടുന്നില്ല. ഈ കാണുന്ന എൻട്രൻസ് കണ്ടോ, ഇപ്പം ജബൽ റുമാത്ത് മലയിൽ കയറണമെങ്കിൽ 10 റിയാൽ ഇപ്പം ഫീസാക്കിയിട്ടുണ്ട് ഇവിടെ. നേരത്തെ ഫ്രീ ആയിരുന്നു. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം 10 റിയാലാക്കിയിട്ടുണ്ട് ഇവിടെ.
ഇപ്പം ഇതിൻ്റെ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആൾക്കാരല്ലേ വരുന്നത്. 10 റിയാൽ വെച്ചാകുമ്പോൾ നല്ലൊരു എമൗണ്ട് അവർക്കങ്ങനെ കിട്ടും. അതുകൊണ്ട് ഇപ്പം അത് 10 റിയാലാക്കിയിട്ടുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രുക്കൾക്കിടയിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുക. മുന്നിൽ വരുന്ന ഒരാളെയും വെറുതെ വിടുന്നില്ല. ആ സമയത്ത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന് അതിനുള്ള ഉത്തരം കിട്ടുകയാണ്. ഞങ്ങൾക്ക് ആർക്കും ഈ വാൾ തരാതെ എന്തുകൊണ്ടാണ് അബൂ ദുജാനയ്ക്ക് ഈ വാൾ നൽകിയെന്നുള്ളത്. ആ സമയത്ത് ശത്രുക്കൾക്കിടയിൽ ഒരു വലിയൊരു പോരാളി ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് അയാളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു മനസ്സിൽ പ്രാർത്ഥിച്ച്, അല്ലാഹുവേ, ഈ ശത്രുവിന് അബൂ ദുജാനയുടെ കണ്ണിലൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. ഏറെ താമസിക്കാതെ തന്നെ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ഈ ശത്രു കണ്ടുമുട്ടുക. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ആ ശത്രുവിനെയും അബൂ ദുജാന റളിയല്ലാഹു അൻഹു വകവരുത്തിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ധീരമായി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു അബൂ ദുജാന റളിയല്ലാഹു അൻഹു. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പിന്നെ വഫാത്താവുന്നത് യമാമ യുദ്ധം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന യമാമ യുദ്ധത്തിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അതിനുശേഷമാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. അങ്ങനെ എത്ര സഹാബാക്കളാണ് ഈ ഉഹുദിൻ്റെ രണാങ്കളത്തിൽ പോരാടിയത്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു സഹാബിയുടെ കഥയുമായി വീണ്ടും ഇൻഷാ അല്ലാഹ് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.